റോഡ് വികസനത്തിനും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും മുൻഗണന നൽകി തിരൂരങ്ങാടി നഗരസഭ ബജറ്റ്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കും മൈക്രോ സംരംഭങ്ങൾക്കും സഹായം നൽകും. കാർഷിക മേഖലയിൽ കുടുംബശ്രീയുമായി ചേർന്ന് വനിതാ ഘടക പദ്ധതികൾ രൂപീകരിക്കും. ഇതിനാവശ്യമായ തുകകൾ ബജറ്റിലെ വനിതാ ഘടക പദ്ധതികൾക്കായി നീക്കിവെച്ചിട്ടുള്ള 65 ലക്ഷം രൂപയിൽ നിന്നും ചെലവഴിക്കും. KSWMP പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി പേപ്പർ ബാഗ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. നഗരസഭയിലെ നിർധനരായ സ്ത്രീകൾ അനുഭവിക്കുന്ന വർത്തമാനകാലത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളായ ഗർഭാശയ ക്യാൻസർ, സ്തനാർബുദം എന്നിവ യഥാസമയം കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനും പരിശോധനയും ചികിത്സയും തുടർ സേവനവും ലഭ്യമാക്കുന്നതിനുമായി നഗരസഭ ആവിഷ്കരിച്ച നൂതന ആശയമാണ് അതിജീവന പദ്ധതി. റോഡ് വികസനത്തിനും വിദ്യാഭ്യാസ കലാകായികത്തിനും ആരോഗ്യത്തിനും കൃഷിക്കും മുൻഗണന നൽകിക്കൊണ്ട് തിരൂരങ്ങാടി നഗരസഭ 2026-27 വർഷത്തെ ബജറ്റ് ഡെപ്യൂട്ടി ചെയർമാൻ എം അബ്ദുറഹ്മാൻ കുട്ടി അവതരിപ്പിച്ചു. ബജറ്റിൽ വിദ്യാഭ്യാസ കലാകായികത്തിന് 3.5 കോടി രൂപയും പരമ്പരാഗത കൃഷിക്ക് 1 കോടി രൂപയും ഓപ്പൺ ജിം, സ്റ്റേഡിയം നിർമ്മാണം, മറ്റ് കായിക പ്രവർത്തനങ്ങൾക്ക് 1.5 കോടി രൂപയും ക്ഷേമ പദ്ധതികൾക്ക് 2,90,91,000 രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 2,50,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ചെയർപേഴ്സൺ CP ഹബീബ ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബജറ്റ് അവതരണ യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇക്ബാൽ കല്ലുങ്ങൽ, ഷാഹിന തിരുനിലത്ത്, CP സുഹറാബി, VV അബു, KK റിഫ ഫത്താഹ്, നഗരസഭാ കൗൺസിലർമാർ, സെക്രട്ടറി റംസി ഇസ്മായിൽ, മറ്റുദ്യോഗസ്ഥരും പങ്കെടുത്തു. പരപ്പനാടൻ പൾസ്, തിരൂരങ്ങാടി.